പണം കൊടുക്കുന്നവരല്ലേ? ഞാൻ ഒരു സ്ഥാപനത്തിന്റെ ജീവനക്കാരനാണ്. എന്റെ സ്ഥാപനവും ഞാനും തമ്മിലല്ല കരാറ്. അവരല്ലേ എന്നോട് ചോദിക്കേണ്ടത്. ഞാൻ നിങ്ങൾക്ക് ശമ്പളം തന്നു, നിങ്ങൾ അതിനനുസരിച്ച് എനിക്ക് തന്നില്ലെന്ന് അവരല്ലേ പറയേണ്ടത്. അവരൊരു കാര്യവും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആര് പറഞ്ഞു സേവനം കിട്ടിയില്ല? നിങ്ങൾക്ക് ഇങ്ങനെ എന്തും വിളിച്ചു പറയാൻ അധികാരമുണ്ടെന്നുള്ളത് കൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് നടക്കുന്നു. നിങ്ങൾ ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ നിർത്തൂ, വസ്തുതകളിലേക്ക് കടക്കൂ, കാര്യങ്ങൾ മനസ്സിലാക്കൂ, ഒരു പെൺകുട്ടിയെ ജീവിക്കാൻ അനുവദിക്കും. കേന്ദ്ര ഏജൻസികൾ, കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതൃത്വം സംയുക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്ന BJP കോൺഗ്രസ് ഐക്യത്തിന്റെ ഭാഗമായി ഇടതുപക്ഷ മുന്നണിക്ക് കേരളത്തിൽ വരുന്ന വൻ ബഹുജന പിന്തുണ അവരെ ഭയപ്പെടുത്തിയിരിക്കുകയാണ്, കോൺഗ്രസിനെ ഭയപ്പെടുത്തിയിരിക്കുകയാണ്. 19 സീറ്റും കൊണ്ട് 18 സീറ്റും കൊണ്ട് നടന്നവരാണ്. വളരെ ദയനീയമാണ് അവരുടെ സ്ഥിതി ഇപ്പോൾ കേരളത്തിൽ. അതുകൊണ്ട് ഇടതുപക്ഷ മുന്നണിയെ ദുർബലപ്പെടുത്താൻ, അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ കേന്ദ്ര ഏജൻസിയെ ഞാൻ ചോദിക്കും. സോണിയാഗാന്ധിക്ക് നേരെ കേന്ദ്ര ഏജൻസി ഇല്ലേ? 8000 കോടിയാ അവരുടെ പത്രം. അത് വേറെ കമ്പനിക്ക് ഷെയർ ചെയ്ത് കൊടുത്തു. അതിന്റെ പേരിൽ ED അന്വേഷിച്ചില്ലേ? നടപടിയിൽ എന്താ പറയാനുള്ളത്? ഒരാൾക്ക് നേരെ മാത്രമാണോ? നിങ്ങളിത് ആലോചിക്കേണ്ടത് VD സതീശനും കോൺഗ്രസും അത് സംബന്ധിച്ചൊന്ന് പരിശോധിച്ചിട്ട് പറയൂ. ROC റിപ്പോർട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്ക്. അതിന് വസ്തുതയുണ്ടോ? നിങ്ങൾ ആര് പറയുന്നു? എവിടെ പറയുന്നു? നിങ്ങൾ ആര് കണ്ടിന് ROC റിപ്പോർട്ട്? ROC റിപ്പോർട്ടിൽ ROCക്ക് അധികാരമുണ്ടോ? മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞ് എന്റെ അടിസ്ഥാനത്തിൽ ROCക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമോ? കമ്പനി ആക്ട് അനുസരിച്ചിട്ടുള്ള ഒരു സ്ഥാപനം മാത്രമാണ് അത്. അവർക്ക് രാഷ്ട്രീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അവകാശമില്ല. ROC എന്ന് പറയുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണ്. അവര് കമ്പനിയുടെ കാര്യം നോക്കി നടത്താനുള്ളവരാണ്. അവരെങ്ങനെയാ മുഖ്യമന്ത്രിയെ കുറിച്ച് പിന്നെ നിങ്ങൾ എത്ര മുഖ്യമന്ത്രി അതിൽ ചേർത്ത് വെക്കുന്നത്? ഞാൻ പറഞ്ഞില്ല അത് ഇന്ത്യ ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് കമ്പനിയാ. അതിൽ വ്യവസായ വകുപ്പ് മന്ത്രിയാണ് നേരിട്ട് കൈകാര്യം ചെയ്തത്. CMR അല്ലേ ഞാൻ വേണ്ടത്? KSADC കമ്പനി. എന്ത് കമ്പനി? എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അതാണ് ആ പ്രഥമമായ കാര്യം കൊണ്ട് തന്നെ റിപ്പോർട്ട് അസംബന്ധമാണ്. തെളിവല്ലേ? കർത്തന കമ്പനി മുഖ്യമന്ത്രി തമ്മിൽ എന്താ ബന്ധം? ആ റിപ്പോർട്ട് അസംബന്ധമാണെന്നുള്ളതിന്റെ പ്രഥമ നിഷ്ഠ തെളിവാണത്. അപ്പൊ എന്തും റിപ്പോർട്ട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക, മാധ്യമങ്ങളൊക്കെ വിളിച്ചു ചേർക്കുക, കോൺഗ്രസും UDF എല്ലാം കൂടി ചേർന്ന്, കോൺഗ്രസും അതുപോലെ BJP എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഇങ്ങനെ ബഹളമുണ്ടാക്കുക, എന്തും പറയുന്ന നിലയിലേക്ക് എത്തിയില്ലേ? ഈ മാധ്യമ രംഗത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള മാധ്യമ കശാപ്പ് ഒഴിവാക്കാൻ നോക്ക്. ഇതൊന്നും നാടിന് ഗുണം പിടിക്കുന്നതല്ല, രാജ്യത്തിന് ഗുണം പിടിക്കുന്നതല്ല. അതുകൊണ്ട് സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ നിലവാരമുള്ള മാധ്യമങ്ങൾ, ഉയർന്ന മാധ്യമരംഗത്തെ സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങളിൽ അകപ്പെട്ടു പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.